Hello friends. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2023 വിവിധ ട്രേഡുകളിലേക്ക് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരുന്നത്. അതിൽ പ്രകാരം PSC ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ട് ഈ എക്സാമും സ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനാണ് ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഓരോ ട്രേഡുകളിലേക്കും എത്ര ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ PSC ഇങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൺസോളിഡേറ്റ് ചെയ്യുന്നത് എക്സാമിനോട് അനുബന്ധിച്ചാണ്. നമുക്കറിയാം ആഗസ്റ്റ് മാസത്തിലെ കലണ്ടർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്കുള്ള എക്സാമും സ്ലോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇപ്പോൾ PSC പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ട്രേഡുകളിലേക്കും അല്ലെങ്കിൽ ഓരോ പോസ്റ്റുകളിലേക്കും എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെയാണ്. 9166 പേരാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കറിയാം ഒരു ജനറൽ PSC എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനാണ് ഒരു പോസ്റ്റിലോട്ട് വരാറുള്ളത് അല്ലേ. അപ്പം അതിൽ കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ കുറേ പേര് പുറത്താവും. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 അല്ല 2000 പേരോട് മാത്രമായിരിക്കും ഒരു ജനറൽ PSCയുടെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് മത്സരിക്കേണ്ടി വരിക. ആ ഒരു കാര്യം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പറാണ്. ഇതിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാതെ കുറച്ച് പേര് പോകും. പിന്നെ നിങ്ങളൊരു 30-40% ആൾക്കാരോട് വേണ്ടി മാത്രമായിരിക്കും പിന്നീടുള്ള മത്സരം ഉണ്ടാവുക. അപ്പം നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇവിടെ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഡെസ്പാവേണ്ട കാര്യമില്ല. കാര്യം നല്ലൊരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു പോസ്റ്റ് തന്നെയായിരിക്കും ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ നമ്പർ ഓഫ് വേക്കൻസി PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5 വേക്കൻസിയാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 5 വേക്കൻസി അല്ലേ ഉള്ളൂ, ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസിയാണ് ഈ 5. നമുക്കറിയാം ഒരു തസ്തികയുടെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ ഇനിയും ധാരാളം വേക്കൻസികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വേക്കൻസി അല്ല 2 വേക്കൻസി ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും പ്രിപ്പയർ ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ അടുത്തതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ. 6575 പേരാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. 8 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് എന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ചത് 10575 പേരാണ്. അപ്പോൾ 15000 എന്ന് പറയുന്നൊരു വലിയ സംഖ്യയാണ് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം ഒരു ജനറൽ PSC എക്സാം ഒക്കെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് അപേക്ഷകൾ വരുന്ന സ്ഥാനത്താണ് ഈ 15000 എന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ട് ചുരുങ്ങിയുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് മെക്കാനിക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റ് ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകളുണ്ടായിരുന്നു അല്ലേ. അതായത് മെക്കാനിക് ഡീസൽ, അതുപോലെ ടർണർ, ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഇതിനൊക്കെ എത്ര ആപ്ലിക്കൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെ ഡീസൽ മെക്കാനിക്കലിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം പറയാം. 13652 പേരാണ് മെക്കാനിക്കൽ ഡീസൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ നോക്കുകയാണെങ്കിൽ 10321 പേരാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ടർണർ നോക്കുകയാണെങ്കിൽ 12190 പേരാണ് ടർണർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നെ മെഷീനിസ്റ്റ് 9965 പേരാണ് മെഷീനിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പം മെക്കാനിക്കൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ ാണ് കുറച്ച് എണ്ണം കുറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും 10000 മേളിൽ തന്നെ ആപ്ലിക്കൻസ് ഉണ്ട്. അതുപോലെ ഷീറ്റ് മെറ്റൽ വർക്കർ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഷീറ്റ് മെറ്റൽ വർക്കിന് 12621 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എക്സാം നമുക്ക് സെപ്റ്റംബർ മാസം തന്നെ ഒരു 95% നമുക്ക് സെപ്റ്റംബർ മാസം തന്നെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാര്യം ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എക്സാം നടക്കുന്നതിനോടനുബന്ധിച്ചാണ് PSC നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൺസോളിഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ വരുമ്പോഴത്തേനും നമുക്ക് ഉറപ്പായും ഈ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു 70 അല്ലെങ്കിൽ 80 ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. നിങ്ങൾ 5 തൊട്ട് 6 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വേക്കൻസിയിൽ 5 വേക്കൻസി ആയിക്കോട്ടെ, ആ ഒരു വേക്കൻസി നിങ്ങൾക്കായിട്ടുള്ളതാണ്. കാര്യം ഈ 5 വേക്കൻസി എന്ന് പറയുന്നത് ഉറപ്പായും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 6 വേക്കൻസി അല്ല എത്ര വേക്കൻസി ആയിക്കോട്ടെ, ഈ 3 വർഷത്തിനുള്ളിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ANS അക്കാദമി ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച 15 ജൂണിന് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ടർണർ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വെബിനാറാണ്. അതുപോലെ 17 ജൂൺ തിങ്കളാഴ്ച ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ഷീറ്റ് മെറ്റൽ തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വെബിനാറാണ്.
നിങ്ങൾ തീർച്ചയായും ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഈ ഒരു സെഷന് വേണ്ടി മാറ്റി വെക്കണം. കാര്യം നിങ്ങൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്ത് വന്ന വിദ്യാർത്ഥികളാണ് അല്ലേ. അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. കാര്യം ഒരു കോമ്പറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ പഠിക്കണം, അതുപോലെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം തുടങ്ങിയ കാര്യങ്ങൾ, അതായത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട എന്തൊക്കെ, അതുപോലെ ഒരു കോമ്പറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു അസർഷൻ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസിനെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളും ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം പാഴാക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, അതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ജൂനിയർ ഇൻസ്ട്രക്ടർ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റീവ് ബാച്ച് ഏണസ്റ്റ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഉടൻ എക്സാം വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ, ഫിറ്റർ, ഷീറ്റ് മെറ്റൽ, ടർണർ, മെഷീനിസ്റ്റ്, ഡീസൽ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ, അതുപോലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് തുടങ്ങിയ ട്രേഡുകളിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോഴ്സ്. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തയ്യാറാക്കുന്ന ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല എക്സാം വരെയും, സെപ്റ്റംബർ മാസത്തിലാണ് എക്സാം ഉണ്ടാവുക, അപ്പോൾ ഈ എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം PSCയുടെ അതേ നിലവാരത്തിലുള്ള മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം, ഓരോ ട്രേഡുകളിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങളതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ വെബിനാറിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കിട്ടാൻ ഒരു മികച്ച അവസരം തന്നെയാണ് ഈ വെബിനാർ. നിങ്ങൾക്ക് വ്യക്തമായൊരു ഗൈഡൻസ് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകളിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.